ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ലഹരി ഉപയോഗത്തിന്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് അതിഥി തൊഴിലാളികൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി കൊടിയത്തൂർ PTM ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കുടുംബമാണ് ലഹരി എന്ന പ്രമേയത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. താമരശ്ശേരി DYSP വിനോദ് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ലഹരി ഉപയോഗത്തിന്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് അതിഥി തൊഴിലാളികൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി കൊടിയത്തൂർ PTM ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് കുടുംബമാണ് ലഹരി എന്ന പ്രമേയത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. താമരശ്ശേരി DYSP വിനോദ് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. എഴുതാനുള്ള ലഹരി കണ്ടെത്തുന്നവരുണ്ട്. എഴുതിക്കൊണ്ട് കഥയോ രചിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ നല്ല സാഹിത്യ രചനകൾ ഉണ്ടാക്കുന്ന ലഹരിയുണ്ട്. അതുപോലെ കളിച്ചു വളരുന്ന കുട്ടികളുണ്ട്. ചിത്രരചന, അതുപോലുള്ള പല രീതിയിലുള്ള പാട്ട് കേൾക്കുക, പാട്ട് പാടുക, ഇതെല്ലാം ഓരോ തരത്തിലുള്ള ലഹരിയാണ്. ഓരോ കാലത്ത് വെറുതെ ഇരിക്കുമ്പോൾ പോലും പാട്ട് മൂളിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ടാകും. അതുപോലെ നല്ല ലഹരികൾ, നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്ന ലഹരികളിലേക്ക്, ശരീരത്തിന് ക്ഷീണവും ശരീരത്തിന് എന്താ പറയുക, ശരീരത്തെ ബാധിക്കുന്ന ലഹരിയല്ല, നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന ലഹരിയിലേക്ക് നമ്മൾ മാറണം. PTA പ്രസിഡന്റ് SA നാസർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രിൻസിപ്പൽ PT ഇസ്മായിൽ, അബ്ദുള്ള ചെറുവാടി, NSS പ്രോഗ്രാം ഓഫീസർ KT സലീം, MA അബ്ദുസലാം, സമദ് കണ്ണാട്ടിൽ, ഇർഷാദ് ഖാൻ, CP സാഹിർ, ഫഹദ് ചെറുവാടി തുടങ്ങിയവർ സംബന്ധിച്ചു. സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ ജനകീയ പ്രതിരോധം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച പരിപാടിയിൽ വളണ്ടിയർമാർ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ഇടങ്ങളിലെത്തി അവരുമായി സംവദിക്കുകയും ലഹരി ഉപയോഗം വ്യക്തിയുടെയും കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ആരോഗ്യത്തെയും സുരക്ഷയെയും എങ്ങനെ ബാധിക്കുന്നുവെന്നത് വിശദീകരിക്കുകയും ചെയ്തു. കൊടിയത്തൂരും പരിസര പ്രദേശങ്ങളിലും വിവിധ തൊഴിലുകൾ ചെയ്ത് താമസിക്കുന്ന അതിഥി തൊഴിലാളികൾക്ക് ഹിന്ദി ഭാഷയിൽ തയ്യാറാക്കിയ ബോധവൽക്കരണ ലഘുലേഖകൾ വിതരണം ചെയ്യുകയും ലഹരിമുക്ത ജീവിതത്തിൻ്റെ പ്രാധാന്യം സംബന്ധിച്ച് സന്ദേശങ്ങൾ കൈമാറുകയും ചെയ്തു. ലഹരിമുക്ത കേരളം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനായി വിവിധ വിഭാഗങ്ങളെ ഉൾപ്പെടുത്തി ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്കൊപ്പം പുനരധിവാസ പ്രവർത്തനങ്ങളും തുടരുമെന്നും സംഘാടകർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.